നമ്മൾ ഒരു മിനി ഹാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ യാണ്, 2.5 mm ഹുക്ക്, നീഡിൽ, പ്ലാസ്റ്റിക് നീഡിൽ, സിസർ. ആദ്യം ഒരു മാജിക് റിംഗ് ഫോം ചെയ്യാം. മാജിക് റിങ് പുറകിലത്ത് ലോക്ക് ചെയ്യുന്നതായിട്ട് 2 ചെയിൻ കൊടുക്കണം. ചെയിൻ 1, ചെയിൻ 2. ഇനി നമുക്ക് ഇവിടെ ഈ സ്പേസ് ഒന്ന് പുൾ ചെയ്ത് കുറയ്ക്കാം. ഇനി ഈ മാജിക് റിങ്ങിനകത്ത് നമ്മൾ ഫസ്റ്റ് 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും. ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് യാൺ 2 തവണ ചുറ്റണം. 1, 2. മാജിക് റിങ്ങിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ചുറ്റുക, പുൾ ചെയ്യുക. ഇപ്പോൾ ഇവിടെ 4 ലൂപ്പ് ഫോം ചെയ്തു. യാൺ ഒന്നും കൂടി ചുറ്റുക, ആദ്യത്തെ 2 എണ്ണത്തിൽ കൂടി എടുക്കുക, യാൺ ഒന്നും കൂടി ചുറ്റുക, പിന്നത്തെ 2 എണ്ണത്തിൽ കൂടി എടുക്കുക, യാൺ ഒന്നും കൂടി ചുറ്റുക, പിന്നത്തെ 2 എണ്ണത്തിൽ കൂടി. ഇപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് യാൺ 2 തവണ ചുറ്റുക, മാജിക് സർക്കിളിനകത്തേക്ക് കയറ്റുക, യാൺ ഒന്നുകൂടി ചുറ്റുക, പുറത്തേക്ക് ലൂപ്പ് വലിക്കുക, യാൺ ചുറ്റുക, ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി എടുക്കുക, വീണ്ടും യാൺ ചുറ്റുക, നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി പുറത്തേക്ക് എടുക്കുക, യാൺ ഒന്നുകൂടി ചുറ്റുക, ലൂപ്പിൽ കൂടി എടുക്കുക. അപ്പോൾ 2 ഇതൊന്ന് ഇങ്ങനെ അടുപ്പിക്കുന്നത് നല്ലതായിരിക്കും. 2 ട്രിപ്പിൾ ക്രോഷ്യായി. ഇനി മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ, യാൺ 2 തവണ ചുറ്റുക, മാജിക് സർക്കിളിനകത്തേക്ക് കയറ്റുക, യാൺ വലിക്കുക, യാൺ ഒന്നുകൂടി ചുറ്റുക, ആദ്യത്തെ 2 കൂടി എടുക്കുക, യാൺ ഒന്നുകൂടി ചുറ്റുക, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 2. അപ്പോൾ മാജിക് റിങ്ങിനകത്ത് 3 ട്രിപ്പിൾ ക്രോഷ്യായി. ഇനി 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യയിൽ യാൺ 1 തവണ ചുറ്റിയാൽ മതി. യാൺ ഒന്ന് ചുറ്റുക, മാജിക് റിങ്ങിനകത്തേക്ക് കയറ്റുക, ലൂപ്പ് എടുക്കുക, യാണൊന്ന് ചുറ്റുക, ഫസ്റ്റ് 2, യാണൊന്നുകൂടി ചുറ്റുക, നെക്സ്റ്റ് 2. നമുക്ക് ടോട്ടൽ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, യാണൊന്ന് ചുറ്റുക, റിങ്ങിനകത്തേക്ക് കയറ്റുക, നൂലൊന്ന് ചുറ്റുക, വലിക്കുക, 3 ലൂപ്പ് ഫോം ചെയ്തു, യാണൊന്നുകൂടി ചുറ്റുക, ഫസ്റ്റ് 2, അഗെയിൻ നെക്സ്റ്റ് 2. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യായി. ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ, ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് മാജിക് റിങ്ങിനകത്ത് ഇനി ഒന്ന് അടുപ്പിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ചെയിൻ 1 ചെയ്യണം. ചെയിൻ 1 ചെയ്യാൻ യാൺ ഒന്ന് ചുറ്റുക, ഈ ലൂപ്പിൽ കൂടി വലിക്കുക. അപ്പോൾ ചെയിൻ 1 ആയി. ഇനി ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യയിൽ യാൺ 2 തവണ ചുറ്റണം. 1, 2. മാജിക് റിങ്ങിനകത്തേക്ക് കയറ്റുക, നമുക്കൊന്നുകൂടി പുള്ളി ചെയ്ത് ഇവിടെ മാജിക് സർക്കിളിൻ്റെ ഡിസ്റ്റൻസ് കുറയ്ക്കുക. ടെയിൽ പിടിച്ച് വലിച്ചാൽ മതി. ടൈറ്റാക്കാനായിട്ടില്ല. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പുൾ ചെയ്ത് സ്പേസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടെ ഒരു ചെയിൻ 1 ചെയ്തു.
അപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഹാഫായി. ഇനി അതിൻ്റെ ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഹാഫ് നമ്മൾ ചെയ്യാണ്. ഈ മാജിക് റിങ്ങിനകത്തേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഡബിൾ ക്രോഷ്യയിൽ ഞാൻ ഒരു തവണ ചുറ്റത്തുള്ളൂ. ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യയായി. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ, ഇനിയും 3 ട്രിപ്പിൾ ക്രോഷ്യ. ട്രിപ്പിൾ ക്രോഷ്യയിൽ 2 തവണ ഞാൻ ചുറ്റും. ഒരു ട്രിപ്പിൾ ക്രോഷ്യയായി. രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ഇപ്പോൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ. ട്രിപ്പിൾ ക്രോഷ്യയിൽ 2 തവണ ഞാൻ ചുറ്റും. മാജിക് സർക്കിളിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ഫസ്റ്റ് 2, നെക്സ്റ്റ് 2 ലൂപ്പിൽ കൂടി, പിന്നെ അടുത്ത ലാസ്റ്റ് 2 ലൂപ്പിൽ കൂടി. ഇനി 2 ചെയിൻ ചെയ്യണം. 1 2 2 ചെയിൻ നമ്മൾ ചെയ്തു. ഇതൊന്ന് ഈ ടെയിലിൻ്റെ പിടിച്ചിട്ട് മെല്ലെ ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ സ്പേസ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. സ്പേസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഈ സ്പേസ് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ മാജിക് റിങ്ങിനകത്തേക്ക് കയറ്റുക. യാണിങ്ങനെ പുൾ ചെയ്യുക. ഈ ലൂപ്പിനകത്തേക്ക് കയറ്റുക. കുറച്ച് നീളത്തിൽ ടെയിലിൻ്റെ കൊടുക്കുക. കട്ട് ചെയ്യുക. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലെ ടെയിലില്ലേ അത് നല്ലോണം പിടിച്ച് ഒന്ന് പുൾ ചെയ്ത് ആ ഹാർട്ടിൻ്റെ നടുക്കത്തെ സ്പേസ് കുറയ്ക്കുക. ഇനി ഈ 2 എൻഡും ഒന്ന് ഡബിൾ നോട്ട് ചെയ്യുക, അഴിഞ്ഞു പോകാതിരിക്കുക. നൂലായിട്ടുണ്ടെങ്കിൽ അറ്റമൊക്കെ ചുരുങ്ങും. നിങ്ങൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എൻഡ് ഈ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സിനുള്ള ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരികയാണ്. ഇതിപ്പം ആണ് കുറച്ച് ചെറുതാണ്. അപ്പം ഞാൻ മറ്റേ ആണെടുത്ത് കാണിച്ചു തരാം. 2 യാണും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്.
കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എക്സസീവായിട്ടുള്ള ടെയിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് എന്തെങ്കിലും ഒട്ടിക്കാനാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെയിലിൻ്റെ മറ്റേ വർക്കുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം, കട്ട് ചെയ്യാതെ തന്നെ. അങ്ങനെ നമ്മുടെ ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. ബാക്ക് പോർഷൻ ഇങ്ങനെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് ബുക്ക് മാർക്കായിട്ടും ഇയറിങ്സ് ആയിട്ടും കീ ചെയിൻ അല്ലെങ്കിൽ ഇതേപോലത്തെ ഫ്ലവർ ക്ലിപ്പിലൊക്കെ ഇങ്ങനത്തെ അലിഗേറ്റർ ക്ലിപ്പ് അല്ലാത്ത ക്ലിപ്പ് സെൻറ്ററൊക്കെ വാങ്ങിയിട്ട് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. സ്കൂൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ക്ലിപ്പുകളൊക്കെ തയ്യാറാക്കിയതുപോലെ കൊടുക്കാം. അടുത്തത് എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.